ഇരുളും വെളിച്ചമാകും എന്നതിലേക്ക് സ്വാഗതം. പ്രായത്തെ ബഹുമാനിക്കുന്നവൻ ദൈവത്താൽ ഉയർത്തപ്പെടും. നിന്റെ കർമ്മം നീ ചെയ്യുക, പ്രതിഫലം ആഗ്രഹിക്കാതെ. നമ്മുടെ മാതാപിതാക്കൾക്ക് പ്രായം കൂടുമ്പോൾ അവരുടെ ക്ഷമയും കുറയും. അതിരൂക്ഷമായ വാക്കുകളിൽ പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്യും. നമ്മൾ അവരെ അവിടെ ചോദ്യം ചെയ്യരുത്. പ്രകോപനവും നമ്മളായി സൃഷ്ടിക്കരുത്. അവരുടെ മുന്നിൽ വെച്ച് സഹോദരങ്ങൾ തമ്മിൽ കലഹമുണ്ടാക്കരുത്. അഥവാ ഉണ്ടായാൽ തന്നെ അവിടെ വെച്ച് രമ്യതയിൽ എത്തുക. അതവരുടെ മനസ്സിന് കൂടുതൽ ശാന്തത കൈവരുത്തും. അവരെന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കണം. മറ്റു മക്കളോട് ആവശ്യപ്പെടാത്തതെന്തെന്ന ചിന്ത നമ്മളിൽ ഒരിക്കലും വരരുത്. അത് ചെയ്യാത്ത മറ്റു മക്കൾക്ക് കൂടി വേണ്ടി നമ്മൾ അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുത്താൽ അത് വലിയ ഭാഗ്യങ്ങൾക്കും ഈശ്വര കടാക്ഷങ്ങൾക്കും വഴിവെക്കും. സന്തോഷത്തോടെ കഴിയാൻ പറ്റുന്ന നല്ല മുഹൂർത്തങ്ങൾ നമ്മൾ അവർക്ക് സമ്മാനിക്കണം. നമുക്കായി വലിയ ത്യാഗങ്ങൾ സഹിച്ചവരാണവർ. ജീവിതത്തിൽ കൈപ്പേറിയ ഒരുപാട് സന്ദർഭങ്ങൾ തരണം ചെയ്തവരാണവർ. അവരുടെ കാലം കഴിയും മുന്നേ ജീവിതത്തിൽ മധുരം നിറഞ്ഞ ചെറിയ നിമിഷങ്ങളെങ്കിലും നമുക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞാൽ ഉന്നതിയിലേക്ക് എത്താനുള്ള വാതിൽ തുറന്നു കിട്ടാൻ ഉറപ്പായും സഹായിക്കും. മിക്കവാറും മാതാപിതാക്കൾ ഒറ്റയ്ക്ക് തോണി തുഴഞ്ഞ് ജീവിതം കരയ്ക്കടിപ്പിച്ചവരാണ്. ഉള്ളിൽ ആർത്തിരമ്പുന്ന കടലായി മനസ്സ് വിങ്ങുമ്പോഴും വലിയ ചിരിയിൽ നമ്മളെ വാരിപ്പുണർന്നവരാണവർ. നമ്മുടെ മാതാപിതാക്കൾ കുറച്ചു നാളെങ്കിലും സന്തോഷമായി കഴിയാൻ അവരുടെ ഇഷ്ടങ്ങൾ നമ്മുടെയും ഇഷ്ടമായാൽ നമ്മുടെ ഇന്നത്തെ ജീവിതം കൊണ്ടവർ നമുക്കായി ചെയ്ത അതിജീവനത്തിന് കുറച്ചെങ്കിലും പകരമാകും. സങ്കടങ്ങൾ കേൾക്കാൻ, മനസ്സ് തുറന്ന് സംസാരിക്കാൻ, അവർ പറയുന്നത് കേൾക്കാൻ നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ ഏറെക്കുറെ പ്രശ്നങ്ങളും ആശുപത്രിവാസവും കുറയ്ക്കാൻ കഴിയും. പ്രായത്തെ ബഹുമാനിക്കുന്നവൻ ദൈവത്താൽ ഉയർത്തപ്പെടും. നിന്റെ കർമ്മം നീ ചെയ്യുക, പ്രതിഫലം ആഗ്രഹിക്കാതെ. മനുഷ്യത്വം സമ്പത്തിനേക്കാൾ മൂല്യമുള്ളതാകണമെങ്കിൽ കരുണയുടെയും സ്നേഹത്തിൻ്റെയും വിളക്കുമാടങ്ങളാകണം ഓരോ ഭവനങ്ങളും ദേവാലയങ്ങളും. നന്ദി, നമസ്തേ.